ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ശിവ പഞ്ചാക്ഷരി മന്ത്രം പഠിക്കാം, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. ഇപ്പോൾ ഞാൻ ഉരുവിട്ടത് ശിവ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ആദ്യത്തെ സ്റ്റാൻസയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ആകുന്നു. അപ്പോ നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ നാഗദേവനെ ഹാരമായി കഴുത്തിലണിഞ്ഞ് നിൽക്കുന്ന തൃക്കണ്ണനായ ഭഗവാൻ മഹാദേവ. ഭസ്മാങ്കരാഗായ മഹേശ്വരായ എന്ന് ഉദ്ദേശിക്കുന്നത് പുണ്യമായ ആ ഭസ്മത്തെ, അത്രയും അമൂല്യമായ ആ ഭസ്മത്തെ ശരീരത്തിൽ അണിഞ്ഞു നിൽക്കുന്ന മഹേശ്വര എന്നതാണ്. നിത്യായ ശുദ്ധായ ദിഗംബരായ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നും ശുദ്ധമായി ഇരിക്കുന്ന, എന്നും പ്യൂരിറ്റിയിൽ നിൽക്കുന്ന, ദ എറ്റേണൽ പ്യൂരിറ്റി എന്നാണ് നിത്യായ ശുദ്ധായ ദിഗംബരായ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഈ നമ്മുടെ ത്രിലോകങ്ങളിലും ഉള്ള 4 ദിക്കുകളെയും ഭഗവാൻ മഹാദേവൻ സംരക്ഷിച്ചു കൊള്ളുന്നു എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിത്യായ ശുദ്ധായ ദിഗംബരായ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല, തസ്മൈ നകാരായ നമഃ ശിവായ, ശിവ പഞ്ചാക്ഷരി മന്ത്രത്തിലെ ന എന്ന അക്ഷരത്തിൽ സൂചിപ്പിച്ചു നിൽക്കുന്ന ഭഗവാനെ ഞാൻ എന്തും ആരാധിക്കുന്നു, എൻ്റെ ഭക്തി അങ്ങിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് തസ്മൈ നകാരായ നമഃ ശിവായ എന്ന് ഉദ്ദേശിക്കുന്നത്.